ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ റിവർ റാഫ്റ്റിംഗ് ആണ്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാലോ. കമോൺ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നത് കണ്ണൂർ കാസർഗോഡ് ബോർഡറിൽ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ടോട്ടൽ 10 മെമ്പേഴ്സ്. അതിൻ്റെ അകത്ത് ഒരാളെ കണ്ണൂരിൽ നിന്ന് പിക്ക് ചെയ്യണം. ബട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വെയിറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. 2 ഗുണം 5 10 ആക്കി വേണമെങ്കിൽ 2 കാറാണ്. അതിൻ്റെ അകത്ത് ഒരു കാർ ഓനതാണ്. അതുകൊണ്ടാണ് കഷ്ടകാലത്തിൽ ഓന വെയിറ്റ് ചെയ്യുന്നത്. ഫൈനലി അവനെത്തി. നമ്മളങ്ങനെ കണ്ണൂരേക്ക് പുറപ്പെട്ട്. ഫ്രണ്ട്സ്, ഈ മുന്നിൽ കാണുന്ന ഫോർഡ് ഫിഗോ അതാണ് നമ്മളെ കാത്തുന്ന വണ്ടി. ഇനി കണ്ണൂരിൽ നിന്നാണ് 10ാമത്തെ ചങ്ങനെ കാത്തിക്കാൻ. ഓൻ എത്ര ടൈം എടുക്കുന്നു അള്ളാഹ്ക്കറിയാം. അങ്ങനെ നമ്മൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ഇവ വേഗം കൊണ്ടായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഈ വണ്ടിയിലെ ആൾക്കാരാണ് മറ്റേ വണ്ടിയിലേക്ക് പോയത്. ഇനി വണ്ടി പാർക്ക് ചെയ്ത് കണ്ടെങ്കിൽ 1 ഇഞ്ച് ആ ഗ്യാപ്പ് ഉള്ളത്. ഇത് പിന്നെ നമ്മൾ വേറെ ഫ്രണ്ടാണ്. ഓൻ പുറത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ വരാൻ പറ്റിയില്ല. സാരില്ലടാ. പിന്നെ നമ്മൾ 10ാമത്തെ കാത്ത് കയറുമ്പോൾ നല്ല മഴയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു ഇഫ്താഹാൾ, എൻ്റെ വൈഫിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ സെൻ്ററാണ്. ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് അവിടെ വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ തലവേദനയില്ല. പിന്നെ ഈ താടിക്ക് കൈ കൊടുത്ത് ഡയലോഗ് അടിക്കുന്നതാണ് ജുനൈദ്. ഇവനാണ് നമ്മൾ 1 മണിക്കൂറോളം കാത്തുന്നേ പറ്റൂ. എന്നാലേ നമുക്ക് കണ്ണൂരെത്താൻ പറ്റൂ. അങ്ങനെ ഗൈസ്, നമ്മൾ 10ാമത്തെ ചങ്ങ എത്തിയിട്ടുണ്ട്. ഓൻ്റെ കാററ്റ് നമ്മൾ മൊത്തം പരകായ പ്രവേശനം നടത്തി കൊടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ആ കൊട്ടാരത്തിലേക്ക് ചേക്കേറിയതിന് സന്തോഷം എല്ലാവരും മുത്തുക്കണം. ഭയങ്കര ഹാപ്പി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 10ാമത്തെ ആൾ ജോയിൻ ചെയ്ത് കണ്ണൂർ വളപട്ടണം മന്നപ്പള്ളിൻ്റെ അടുത്ത് നിന്നാണ്. സോറി, ഒരു ചെറിയ കറക്ഷൻ്റെ. നമ്മളാണ് അവൻ്റെ കൂടെ ജോയിൻ ആയത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെറുപുഴ റാഫ്റ്റിംഗ് സെൻറ്ററിലേക്കാണ്. ഏകദേശം 9-10 മണിക്കാണ് നമ്മൾ സ്ലോട്ട് കിട്ടിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ലോട്ട് കിട്ടുമെന്നറിയില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചത് മാവ്, ചായ, പൂരി അങ്ങനത്തെ ചെറിയ കടികളായിരുന്നു. ഇപ്പോൾ ഏതായാലും ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ തളിപ്പറമ്പെത്തി തളിപ്പറമ്പ് മന്നക്ക് ചാക്കാലിസ് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ഇതാണ് തളിപ്പറമ്പ് ചാക്കാലീസ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല, എല്ലാം സ്പെഷ്യൽ തന്നെ. അതുമാത്രമല്ല, നമ്മൾ 10 പേര് വന്ന് കഴിച്ചുകൊണ്ട് എല്ലാം കഴിക്കാനും പറ്റി. അതുപോലെ 10 പേര് ലാവിഷായി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചെറിയ എമൗണ്ടേ ബില്ല് വന്നുള്ളൂ. പിന്നെ ഡെയിലി രാവിലെ 5 മണിക്ക് ഈ ഹോട്ടൽ ഓപ്പണിംഗ് ആണ്. അതുപോലെ കണ്ണൂർ തളിപ്പറമ്പ് പുറത്ത് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലൊന്ന് വിസിറ്റ് ചെയ്തോളൂ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ ചെറുപുഴയിലേക്ക് വിട്ട്. ഈ കാണുന്ന പുഴയിലാണ് നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യേണ്ടത്. അതുപോലെ റോഡിൻ്റെ 2 സൈഡിൽ റബ്ബർ മരങ്ങളായിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതുപോലെ നമുക്ക് പോകുമ്പോൾ ദൂരെ കാണാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജോസ്ഗിരി മലകളാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഫൈനലി ഒരു 11:30 നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്ത്. വേറെ എവിടെയല്ല, ചെറുപുഴ റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ ഇതാണ് നമ്മളെ റാഫ്റ്റിംഗ് കമ്പനി. പിന്നെ നമ്മൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു വെരി ഗുഡ്, സമയം കളയണ്ട, കാത്തുനിന്നോ, അടുത്ത സ്ലോട്ട് ഈവനിങ് 3 മണിക്ക്. ഓക്കെ, അപ്പം ഇനി 3 മണി വരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്ത് സമയമൊക്കെ പോയത് അറിഞ്ഞില്ല. ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നിസ്കരിക്കാൻ പോയി. ഇതാണ് പുളിങ്ങം ഉറൂസ് നടക്കുന്ന പള്ളി. നമ്മളിപ്പോൾ റാഫ്റ്റിങ്ങിന് വന്ന പോയിൻ്റിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി നിൽക്കുന്നത്. ഓക്കെ, പുളിങ്ങം മക്കാം ഉറൂസ് എന്നെല്ലാം പറഞ്ഞാൽ കണ്ണൂർ അറിയാത്ത ആരുമില്ല, ആൾക്കാരുണ്ടാവും, വാട്ടവർ. അപ്പോൾ ഇതാണ് ആ പള്ളി. അങ്ങനെ ഇവിടുന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇതിൻ്റെ പിറകിലൊരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ പുഴ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഈ കാണാൻ പോകുന്ന പുഴ തന്നെയാണ് നമ്മൾ റാഫ്റ്റിംഗ് വരുന്നത്. പക്ഷേ ഇവിടെ അല്ല, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അങ്ങനെ ദൂരത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരാം. അത് ഈ പള്ളീൻ്റെ ബാക്കിൽ കൂടെ ഒഴുകുന്നുണ്ട്. then നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്ന പുഴ കണ്ടാളെന്ന് കരുതിയിട്ട് നമ്മൾ പോയതാണ്. അപ്പം നോക്കുമ്പോൾ തറയിലൊക്കെ നല്ല അടിപൊളി ബഫലോ ഗ്രാസൊക്കെ ഫില്ലായിട്ട് നാച്ചുറലി അടിപൊളിയായിരുന്നു. നല്ല വെള്ളവും, പക്ഷെ ഒഴുക്ക് കുറവായിട്ടാണ് കാണുന്നത്. ബട്ട് അങ്ങോട്ടൊക്കെ നല്ല ഒഴുക്കാണ്. അത് നമുക്ക് റാഫ്റ്റിംഗ് സമയത്ത് കാണാം. പിന്നെ നമുക്ക് അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടി. ഓടക്കൊല്ലി കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് നമുക്ക് 3 മണി വരെ സമയമുണ്ട്. സമയം ആകെ അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഇതാണ് ഓടക്കൊല്ലി കേവിൻ്റെ എൻട്രൻസ്. 100 രൂപയാണ് പെർ ഹെഡ് ഇവിടെ എൻട്രൻസ് ഫീ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഓടക്കൊല്ലി കേവിലേക്ക് കയറി. സംഗതി താല് കുറച്ച് വെളിച്ചൊക്കെ ഉണ്ടെങ്കിലും അകത്തോട്ട് കയറി വരുമ്പോൾ ഫുൾ ഇരുടായി വരുന്നു. ഞാൻ വിചാരിച്ചു അപ്പം ആമസോൺ കാട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും, അതിഭീകരം തന്നെയായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ എന്തൊക്കെ ജീവികളുള്ളതെന്ന് അള്ളാഹ്ക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പല മനുഷ്യരുടെയും ധാരണ ഗുഹ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു ദ്വാരം, അകത്ത് വളരെ വിശാലമായ സ്ഥലമാണെന്ന്. പക്ഷേ പ്രകൃതിയുടെ മാന്ത്രികങ്ങൾ കണ്ടത് അന്നാണ്. വലിയ വലിയ കല്ലുകളും പാറകളും മലകളും തൊട്ടുരുമി നിൽക്കുന്നു. അതാണ് ഈ പറയുന്ന ഗുഹകൾ. ഈ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന മനുഷ്യർ തീർച്ചയായും ആഗ്രഹിക്കുന്നതാണ് ഈ കേവ് ക്ലൈമ്പിംഗ്. ഓക്കെ, അതിൽ പെട്ടൊന്നാണ് ഇത്, ഈ ഓടക്കൊല്ലി കേവ്. മറ്റ് ഗുഹകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മേലേക്കാണോ താഴേക്കാണോ നേരെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഗുഹേൻ്റെ പടികൾ മേലോട്ടേക്കായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ഡൈവേഷൻ കണ്ടു. അങ്ങോട്ടേക്ക് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ കണ്ട കാഴ്ച
ഇതാണ് ഈ മലൻ്റെ മുകളിൽ പെയ്യുന്ന വെള്ളം തേച്ചും ഈ പാറിൻ്റെ ഇടയിൽ കൂടെ ഒലിച്ച് വരുന്ന കാഴ്ചയാണ്. അതുമാത്രമല്ല ഇവിടെ നിന്നൊരു നല്ല വ്യൂവും കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത് ഇതൊക്കെയാണ്. അങ്ങനെ ആ ഗുഹൻ്റെ അകത്ത് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുത്ത മതിയാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം തന്നെ വ്യൂ പോയിൻ്റ് കണ്ട് അങ്ങനെ വ്യൂ പോയിൻറ്റിലേക്ക് പോയി. അതുപോലെ നമ്മൾ കൂടെ വന്ന ആൾക്കാരെല്ലാം എന്താണെന്നല്ല ഇവ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. പിന്നെ കാറ്റുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ പോയിരുന്നു. കാറ്റില്ലാത്തതുകൊണ്ട് ഒരു ഇലകൾക്കൊന്നും കണക്കില്ല. മഴ ഉണ്ടായിരുന്നു, കാറ്റില്ലായിരുന്നു. അപ്പോൾ അതൊരു മൈനസായിരുന്നു നമ്മൾ പോയപ്പം. ഇതാണ് വ്യൂ പോയിൻറ്റ്. ഇവിടെ നമുക്ക് 3 സ്ഥലം കാണാം. കർണാടക, കാസർഗോഡ്, കണ്ണൂർ. ഈ 3 സ്ഥലവും ആ 3 സ്ഥലത്തെ മലകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അവിടെ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് ആകുമ്പോഴേക്കന്നെ നമ്മൾ മലിന ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഗുഹൻ്റെ അകത്തോട് നടന്നിട്ട് എന്നിട്ട് ആ മലിൻ്റെ അടുത്തുനിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാറയൊന്നുമല്ല, നല്ല വഴികൾ തന്നെ. അങ്ങനെ നമ്മൾ 3 ആൾ 1-2 പേരുടെ മെല്ലെ മല ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ ചൂനെ ഇത് കാര്യമായിട്ട് റിസലിനോട് ഇതെല്ലാം ഇവിടുന്ന് നോക്കുമ്പോൾ കുറേ യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. മോനോട് ഇലകളുടെ സംസാരിച്ചതിന് പോലും. അങ്ങനെ എല്ലാവരും താഴെത്തി. സമയം ഏകദേശം 3 മണിൻ്റെ അടുത്തായി. അപ്പോൾ നമ്മൾ റാഫ്റ്റിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. ഇനി നമുക്ക് റാഫ്റ്റിംഗ് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ റാഫ്റ്റിംഗ് കഴിഞ്ഞ് സൂപ്പറായിരുന്നു. 1.5 മണിക്കൂർ വെള്ളത്തിൽ കയറി നമ്മൾ ആർമാദിച്ച്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയത് കോഫിയും അതുപോലെ ഡേറ്റ്സിൻ്റെ കേക്ക് 13,000 രൂപ പെർ ഹെഡ് കൊടുത്തിട്ട്. ഇവർക്കത് ബിരിയാണിയൊക്കെ കൊടുത്തൂടെ. പിന്നെ വിശപ്പ് കൊണ്ട് നമ്മൾ കീഴടങ്ങി. അത് സഹിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ വന്ന വഴി തന്നെയാണ് റിട്ടേൺ പോകുന്നത്. തളിപ്പറമ്പ് ത്രൂ പോകുന്ന വഴി ഡിന്നർ തളിപ്പറമ്പെന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പം തളിപ്പറമ്പിൻ്റെ ദേശീയ ഭക്ഷണമായ അപ്പം പൊള്ളിച്ചതും അൽഫാമും അതാണ് നമ്മളെ മെനുവിലുള്ളത് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ആപ്പിക്കൻ്റെ ചായ. അങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ അപ്പം പൊള്ളിച്ചത് അൽഫാമും കഴിച്ച്, കുറച്ച് പേര് പൊറോട്ട പൊള്ളിച്ചത് അൽഫാമും കഴിച്ച്. എനിക്ക് ഈ കുതിർത്ത പൊറോട്ട അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പ്ലെയിൻ പൊറോട്ടയും അൽഫാമും വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് റിട്ടേൺ അടിച്ച്. അങ്ങനെ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ റിവർ റാഫ്റ്റിംഗ് വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഫുൾ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.